ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് മാറ്റി എന്ന് പറയുമ്പോൾ വലിയ സംഭവം ചെയ്തു എന്നല്ല. അങ്ങോട്ട് വെച്ചിരുന്ന ക്യാമറ ഞാൻ കുറച്ച് തിരിച്ച് ഈ സൈഡിലോട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ, അതായത് ഒരു 83 കിലോയിൽ നിന്ന് 62 കിലോ വരെ വെയിറ്റ് കുറച്ച് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വർക്കൗട്ട്സ് ഒന്നും ചെയ്തിട്ടില്ലേ, ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിട്ടാണോ വെയിറ്റ് കുറച്ചത്, വർക്കൗട്ട്സ് ഒന്നും ചെയ്തില്ലേ എന്നുള്ളത്. ഇപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന കുറേ വീഡിയോസിൻ്റെ അടിയിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് തൊട്ടേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് വർക്കൗട്ടാണ് ചെയ്തതെന്നുള്ളത്. 99.9% നടത്തം മാത്രമായിരുന്നു. വേറെ വർക്കൗട്ട്സ് എന്ന് പറയുന്നത്, ഈ മഴയൊക്കെ ഉള്ള സമയമില്ലേ, അപ്പം രാവിലെ നടക്കാനൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ അടുത്താണ് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി തുടങ്ങിയത്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ഒരു മേജർ വലിയൊരു പങ്ക് എന്ന് പറയുന്നത് നടത്തം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഏക ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങുന്നതിന് മുമ്പേ, അതായത് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു തോട്ട് തലയിലോട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് തോന്നുന്നത് എന്താ, ജിമ്മിൽ പോയി ജോയിൻ ചെയ്യണം. സോ ഞാനും എല്ലാവരെയും പോലെ തന്നെയായിരുന്നു. ഞാനും ജിമ്മിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് വേണ്ട മൊത്തം ഫീസും ഒറ്റയടിക്ക് കെട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? പൈസ കൂടുതലുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. അതായത് ഒരു വർഷത്തേക്ക് കെട്ടി ആ ഫീ അങ്ങ് പേ ചെയ്ത് കഴിഞ്ഞാൽ, അയ്യോ ഫീ കെട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണ തന്നെയായിരുന്നു. കാരണം ഞാൻ 2 മാസമാണ് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അതും കൃത്യമായിട്ടൊന്നും ഡെയിലി ഒന്നും പോയിട്ടുള്ള കാര്യമല്ല കേട്ടോ. വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ആയിട്ട് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ദിവസം വിരലിലെണ്ണാവുന്ന ദിവസമാണ് ഞാൻ ജിമ്മിൽ പോയിട്ടുള്ളത്. കാരണം രാവിലെ 5:30 ആകുമ്പോൾ എണീക്കണം. ലെഗ് ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? ഈ ജിമ്മിൽ പോകുന്ന ഒരു മോശം കാര്യമാണെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. നല്ല ഡെഡിക്കേഷനുള്ള ആർക്കും ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാൻ, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും. എന്നെ പോലെയുള്ളവർ അതിൻ്റെ 7 അയലൊക്കത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 80% ഡയറ്റും 20% ഫിസിക്കൽ എക്സസൈസും, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടി ചെയ്യുമ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും, എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും, നല്ല റിസൾട്ടും ഉണ്ടാവും. സോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ജേർണി ഓഫ് വാക്കിംഗ്. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ നടന്നിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയുന്നത്, എപ്പോഴാണ് നടക്കേണ്ടത്, രാവിലെയാണോ രാത്രിയാണോ വൈകുന്നേരമാണോ, ഏതാണ് നടക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്, എത്ര നേരം അല്ലെങ്കിൽ എത്ര ദൂരം നടക്കണം വണ്ണം കുറയണം എന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വാക്കിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ വാക്കിംഗ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അവസാനം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അധികം വാചടിച്ച് സമയം കളയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഞാൻ എൻ്റെ വാക്കിങ്ങിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 83 കിലോ ഉള്ള സമയത്താണ്. സോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. ഒരു റൗണ്ട് എന്ന് പറയുന്ന 1 കിലോമീറ്റർ ആണ് കേട്ടോ. നല്ല വൈബാണ്. രാവിലെ സമയം നല്ല തണുത്ത കാറ്റ്, ആ പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഒരു അമ്പലം, അവിടെ രാവിലെ ഈ ഭക്തിഗാനമൊക്കെ വെക്കൂലേ, ആ ഒരു വൈബ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാനത് കുറച്ച് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇതിനു വേണ്ടി തന്നെ ഇതായിരുന്നു ആദ്യത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയില്ലേ, ആ സംഭവം കിട്ടുമായിരുന്നു കേട്ടോ. സോ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 4 കിലോമീറ്റർ ഒറ്റയടിക്ക് നടക്കുക അങ്ങനെയൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 15 മിനിറ്റ് നടക്കുക എന്നുള്ളതായിരുന്നു. ഈ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആകെ അന്ന് കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൗണ്ട്, അതായത് 1 കിലോമീറ്റർ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പയ്യെ പോയി ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു റൗണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് പയ്യെ ഞാൻ അതിൻ്റെ സമയമൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തു. അതായത് 15 മിനിറ്റ് പയ്യെ 20 മിനിറ്റ് ആയി, റൗണ്ട്സിൻ്റെ എണ്ണം കൂടി. അങ്ങനെ തുടങ്ങിയിട്ട്
ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കിലോമീറ്റർ ഡെയിലി നടക്കും. ഇപ്പം ആദ്യമൊക്കെ എനിക്ക് ഈ ഒരു 4 കിലോമീറ്റർ നടക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ 40 മിനിറ്റ് 45 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വേണ്ടത് ഒരു 30-35 ഉള്ളിലാണ് ഞാൻ ഈ 4 കിലോമീറ്റർ കവർ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞ നമ്മൾ സ്പീഡ് അങ്ങനെ ഇൻക്രീസ് ആയി വരും, നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ആയി വരും, നന്നായിട്ട് നമ്മൾ കാലറീസ് ബേൺ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തണം. കാരണം കൊച്ചിന് പോകാനുണ്ട്, രാവിലെ 7:30 ആകുമ്പോൾ ചിക്കുനെ സ്കൂളിലേക്ക് വിടണം. സോ ആ ഒരു തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം സമയമില്ല. അപ്പോൾ ഉള്ള സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു തോട്ട് നമുക്ക് എപ്പോഴും തലയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു 4 കിലോമീറ്റർ എന്നുള്ളത് ആ ഒരു സംഭവത്തിൽ എത്തിയത്. ആഴ്ചയിൽ ഒരു 5 തൊട്ട് 6 ദിവസം വരെ, മിനിമം 5 ദിവസം ഞാൻ എന്തായാലും വാക്കിങ്ങിന് പോകും. അത് പറയുമ്പോൾ ഈ 4 കിലോമീറ്റർ അല്ലാതെ 2 കിലോമീറ്റർ മാത്രം പോകുന്ന ദിവസം ഉണ്ട് കേട്ടോ. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയഡ്സിന്റെ ദിവസം ഒരു 3 കിലോമീറ്ററിലൊക്കെ നിർത്താറുണ്ട്, ചിലപ്പോൾ 2 കിലോമീറ്ററിലൊക്കെ നിർത്താറുണ്ട്. 2 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്തായാലും അത് മസ്റ്റായിട്ടും അതെന്നെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഈ വാക്കിംഗ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ നടക്കാൻ പോകുന്ന ദിവസവും നടക്കാൻ പോകാതെ സാധാരണ ഒരു നോർമൽ ഡേയും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഒരു രാവിലെ ഒരു നല്ല വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നന്നായി വേർത്തൊലിച്ച് വന്നൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര എനർജിയാണ്. അന്ന് ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. എന്താ പറയുക, തോട്ട്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് അടക്കി വെച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും, എല്ലാ വീഡിയോസ് കാണുമ്പോഴും വിചാരിക്കും. പക്ഷെ പറ്റാറില്ല. വാ ചലിക്കുന്നതിൻ്റെ കൂടെ തന്നെ കയ്യും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നടക്കാൻ പോകുമ്പോൾ ഇല്ലെങ്കിൽ നടത്തൊരു ശീലമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് വണ്ണം കുറയുന്നത്. സോ നമ്മൾ വാക്കിംഗ് ചെയ്യുന്ന സമയത്തെ ഒത്തിരി കാലറീസ് ബേൺ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാനും നമ്മളെ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു 100 കാലറീസ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം നടക്കണം? നമ്മൾ 100 കാലറീസ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1.6 കിലോമീറ്റേഴ്സ് നടക്കുവാണെങ്കിൽ 100 കാലറീസ് ബേൺ ചെയ്യും. ഇനി ഇതെല്ലാവർക്കും സെയിം ആണോ? എല്ലാവരും 1.5 കിലോമീറ്റർ നടക്കുവാണെന്നുണ്ടെങ്കിൽ 100 കാലറീസ് ബേൺ ചെയ്യും? ഇല്ല, അതൊരു ആവറേജ് കണക്കാണ് കേട്ടോ. ചിലർ ഇതിൽ കൂടുതൽ ബേൺ ചെയ്യും, ചിലർ ഈ ഒരു കണക്കിൽ തന്നെ ബേൺ ചെയ്യും, ഇല്ലെങ്കിൽ ചിലർ ഇതിൽ കുറവായിരിക്കും. സോ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ പ്രായം, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, പിന്നെ നമ്മുടെ ജെൻഡർ, ഇതിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ എത്ര സ്പീഡിൽ നടക്കുന്നു എന്നതും കൂടെ ഇതിനൊരു അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താ പറയുക, ബോഡിയിൽ എവിടെയൊക്കെ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനം നമുക്കൊരു റിസൾട്ട് ഉണ്ടാകുന്ന ഭാഗമാണ് നമ്മുടെ അടിവയറെന്ന് പറയുന്നത്. ചിലർക്കത് കുടവയറായിരിക്കാം, അത് കാരണം ഇരുന്നിട്ടുള്ള ജോലി, ഇല്ലെങ്കിൽ ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിച്ചുണ്ടാക്കിയ കുടവയറായിരിക്കാം, ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു തൂങ്ങിയ വയറില്ല, അതായിരിക്കാം. അപ്പം അതൊക്കെ കുറയ്ക്കാനാണ് നമ്മൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം റിസൾട്ട് ഉണ്ടായത് എൻ്റെ ഫേസിലും, ഏറ്റവും അവസാനം റിസൾട്ട് ഉണ്ടായത് എൻ്റെ വയറിനുമാണ്, അടിവയറിനുമാണ്. സോ എൻ്റെ ആദ്യത്തെ നോർമൽ ഡെലിവറിയും രണ്ടാമത്തെ സിസേറിയനും ആയിരുന്നു. വയറ് നന്നായിട്ടുണ്ടായിരുന്നു, ചാടിയ തൂങ്ങിയ വയറായിരുന്നു കേട്ടോ. സോ നടക്കുവാണെന്നുണ്ടെങ്കിൽ അത്ര സ്റ്റബേൺ ആയിട്ടുള്ള നമ്മുടെ ബെല്ലി ഫാറ്റ് പോലും നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും വാക്കിംഗ് നമ്മളെ സഹായിക്കും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ നമ്മളെ ഈ നടക്കുന്നത് ഒത്തിരി സഹായിക്കും കേട്ടോ. ഈ ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത് തടയാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. എത്ര ദൂരം അല്ലെങ്കിൽ എത്ര സമയം നടക്കണം എന്നുള്ളത് അത് ആക്ച്വലി ഓരോ ആൾക്കാർക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽസ്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ലോസ് ഗോൾ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ചിലർക്ക് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയ്ക്കാന്നായിരിക്കും, ചിലർക്ക് പയ്യെ പോയാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കാലറി ഇൻടേക്ക് എത്രയാണ് അതിനനുസരിച്ചൊക്കെ ഇരിക്കും നമ്മുടെ ഒരു എത്ര ദൂരം ഇല്ലെങ്കിൽ എത്ര സമയം നമ്മൾ നടക്കണം എന്നുള്ള കാര്യം. എങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം, ഓൺ ആവറേജ് ഒരു 30 മിനിറ്റ്സ് ആഴ്ചയിൽ ഒരു 5 ദിവസം നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം പറ്റും. ഈ ഒരു കണക്കിന് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് എത്ര കിലോ കുറയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 450 ഗ്രാം തൊട്ട് 1 കിലോ വരെ കുറയാൻ ഇത് സഹായിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇനി ഏതാണ് റൈറ്റ് ടൈം അങ്ങനെ ഒന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നമ്മുടെ ഡേ ഒന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും നമ്മുടെ മെറ്റബോളിസം ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മോർണിംഗ് വാക്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 45 മിനിറ്റ് ഡെയിലി നടക്കണം എന്നതാണ് നിങ്ങളുടെ ഒരു ഗോളായിട്ട് വെച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ രാവിലെ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റോ എപ്പോഴോ ആയിക്കോട്ടെ, ഒരു 15 മിനിറ്റ് നടക്കുക. ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ് നടക്കുക, രാത്രിയിലും അതായത് ഈവനിങ് ടൈമിലും ഒരു 15 മിനിറ്റ് നടക്കുക. അങ്ങനെ നമുക്കൊരു ഡേ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടും നമ്മുടെ 45 മിനിറ്റ് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഇതല്ലാതെ നമ്മുടെ 3 മെയിൻ മീൽസ് കഴിഞ്ഞിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നടക്കുക എന്നുണ്ടെങ്കിൽ ഫുഡ് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവാനും കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാനും നമ്മളത് സഹായിക്കും. ഇനി എങ്ങനെയാണ് വാക്കിംഗ്, നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഞാൻ വെച്ചേക്കുന്ന ആ ഒരു എന്താ അതിന് പറയാം, ആ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഗ്രാജുവലി. ഒന്നും പെട്ടെന്ന് അങ്ങ് ചാടിക്കയറി സ്റ്റാർട്ട് ചെയ്യാണ്ട് പയ്യെ 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 തീരെ പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ അതിലൊരു സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിപ്പം വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലായാലും അതെ, വേറെ എന്ത് കാര്യത്തിലായാലും അതെ. സോ സ്റ്റാർട്ട് ഗ്രാജുവലി. അതായത് നിങ്ങൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് ഒന്ന് നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നടക്കുക, ആഴ്ചയിൽ ഒരു 4 ദിവസം നടക്കുക. അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ആദ്യത്തെ ഒരാഴ്ച അത് എങ്ങനെ പോകുന്നു നോക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആ ഒരാഴ്ച നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾക്ക് അടുത്ത ആഴ്ച ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവും കേട്ടോ. സോ സ്റ്റാർട്ട് ഗ്രാജുവലി, പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ട് വരിക. 20 മിനിറ്റ്സ് ആക്കുക, 25 മിനിറ്റ്സ് ആക്കുക, 30 മിനിറ്റ്സ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ബോഡീൻ്റെ സ്റ്റാമിന അതിനനുസരിച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഈ 15 മിനിറ്റ് ഒക്കെ ഒന്ന് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ഒന്നും അല്ല എന്ന് തോന്നും. ആ ഒരു സ്റ്റേജ് എത്താൻ പറ്റണം. സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10,000 സ്റ്റെപ്സ് നടക്കുക അങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ആപ്പ് വേണേലും ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ തരും. ആ ഒരു 10,000 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു 8,000 സ്റ്റെപ്സ് അച്ചീവ് ചെയ്യണമല്ലോ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം, ആ റിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടാവും. അത് നമ്മളെ കൂടുതൽ നടക്കാനായിട്ട് സഹായിക്കും. ഇനി വാക്കിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്താണെന്നറിയാം? ഒരു വാക്കിംഗ് ബഡ്ഡീനെ കണ്ടുപിടിക്കുക. ഈ ബഡ്ഡി എന്ന് പറയുന്ന ആള് നമ്മുടെ എന്താ പറയുക, ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആരും ആകാം, ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വണ്ണം കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ള ഒരു ഫ്രണ്ട് ആവാം, റിലേറ്റീവ് ആകാം, അടുത്ത വീട്ടിൽ ആരെങ്കിലും ആകാം. നമ്മുടെ കൂടെ നടക്കാൻ ഒരാളെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല മോട്ടിവേഷൻ തരുകയും ചെയ്യും. ഡെയിലി ഇത് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ചെയ്യാനും തോന്നും. നമ്മളെ എന്താ പറയുക, കുത്തിപ്പൊക്കി കൊണ്ടുപോകാനായിട്ട് ഒരാളുണ്ടാവുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ടിപ്പാണ്, നമ്മളൊരു ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ആപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഏകദേശം എത്ര ദൂരം നടന്നു, ഏതൊക്കെ ദിവസങ്ങളിൽ നടന്നു, ഏതൊക്കെ ദിവസമാണ് സ്കിപ്പ് ചെയ്തത്, അങ്ങനെ കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എത്ര കാലറീസ് വാക്കിംഗ് ചെയ്ത് ബേൺ ചെയ്യാൻ പറ്റി, അത് നമുക്കൊരു ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നു, ഈ ഒരു ഫേസിലാണ് നടന്നത്, അപ്പോൾ എത്ര കാലറീസ് ഞാൻ ബേൺ ചെയ്തിട്ടുണ്ടാകാം. ഗൂഗിളിനോട് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനുള്ള ഉത്തരം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ റിവാർഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10,000 സ്റ്റെപ്സ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അതെനിക്ക് ആഴ്ചയിൽ 6 ദിവസം എനിക്ക് 10,000 കിട്ടണം. അതായത് ഓൾ ടുഗെദർ നമുക്കൊരു 60,000 സ്റ്റെപ്സ് ഒരാഴ്ചയിൽ എനിക്ക് കിട്ടണം. ആ ഒരു ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൺഡേ എനിക്ക് പിന്നെ ചീറ്റ് മീൽ ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കാൻ പറ്റും. അങ്ങനെ സ്വയം നമ്മളൊന്ന് സെൽഫ് റിവാർഡിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ആ ആഴ്ചയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 60,000 സ്റ്റെപ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഇൻസ്റ്റഡ് എനിക്കൊരു 46 സ്റ്റെപ്സേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെക്കുക. എൻ്റെ ആ ചീറ്റ് മീൽ, എനിക്ക് ആ ആഴ്ചയിൽ ഒരു ചീറ്റ് മീൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കുക. അങ്ങനെ സ്വയം നമുക്ക് റിവാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിവാർഡ് കിട്ടാനായിട്ടാണെങ്കിലും നമ്മൾ പരിശ്രമിച്ചോളും. ടു കൺക്ലൂഡ്, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഗിവ് ഇറ്റ് എ ട്രൈ. ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊരു 5 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം മാറ്റം ഉണ്ടാകുന്ന നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം പിന്നെ നിങ്ങളതങ്ങ് കണ്ടിന്യൂ ചെയ്തോളും. കാരണം എനിക്കിതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മെൻ്റൽ വെൽബീയിങ്ങിന് ഇത് ഭയങ്കരമായിട്ട്
ഇമ്പോർട്ടൻ്റ് ആണ് ഈ നടക്കാൻ പോവാന്നുള്ളത്. അതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. ഈ എൻഡോർഫിൻസ് വേറെ ഒന്നുമല്ല, ഒരു നാച്ചുറൽ വേ ഓഫ് പെയിൻ കില്ലേഴ്സ് എന്ന് തന്നെ പറയാം. നല്ലൊരു മൂഡ് ബൂസ്റ്റർ ആണ്, ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ് ഈ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ മോർണിംഗ് വാക്ക് തന്നെ ചൂസ് ചെയ്യുക. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്. രാവിലെ തന്നെ നടക്കാൻ പോവുക. ആ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ കണ്ട് തന്നെ, അതായത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കിക്കോളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി, ഇല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നടക്കാൻ പോകുന്നവരാണോ, നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത്ത്. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.